രാമായണം ആധ്യാത്മിക വിഷയങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അതിലൊരു ചർച്ച കാണാം. എന്താണ് ഒരു രാജധർമ്മം എന്നതിൽ ചർച്ച കാണാം. കൂടാതെ കണ്ട് ഭൂമിശാസ്ത്രം, കുറേയേറെ ചരിത്രം, ഇതെല്ലാം രാമായണത്തിൽ കാണാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള ഗ്രഹനിലകൾ, അതിനെക്കുറിച്ചിട്ട് പ്രതിപാദനങ്ങളുണ്ട്. അങ്ങനെയൊരു ഭാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വാൽമീകി രാമായണത്തിൽ അയോധ്യാകാണ്ഡത്തിലാണ് ഇത് വരുന്നത്. അതിൽ 100-ാമത്തെ അധ്യായം അഥവാ 100-ാമത്തെ സർഗം, അതിലാണ് ഭരതൻ ശ്രീരാമനെ കാണാനായിട്ട് ചിത്രകൂടത്തിലേക്ക് വരുന്നത്. ദശരഥൻ്റെ മരണം കഴിഞ്ഞു, ഭരതൻ രാജാവാകണം എന്നൊരു നില വന്നു. ഭരതൻ അത് സ്വീകാര്യമായിരുന്നില്ല. ശ്രീരാമദർശനത്തിനായിട്ട് ഭരതനും വസിഷ്ഠനും മന്ത്രിമാരും എല്ലാവരെയും കൊണ്ടുവരികയാണ് ഭരതൻ. വന്നിട്ട് എന്തിനാണ് വരുന്നത്? ശ്രീരാമനെ തിരിച്ചുകൊണ്ട് പോകുവാനായിട്ട്, ശ്രീരാമനെ രാജസിംഹാസനം ഇരുത്താനായിട്ടാണ് ഭരതൻ വരുന്നത്. അങ്ങനെ ശ്രീരാമനെ ഒന്ന് കണ്ടു. ശ്രീരാമൻ അച്ഛനും അമ്മയ്ക്കും ഗുരുജനങ്ങൾക്കും അവർക്കെല്ലാം സുഖമല്ലേ എന്ന് ചോദിച്ചു. ഭരതന് അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമൻ രാജ്യത്തിലെ കാര്യങ്ങളാണ് ചോദിച്ചത്. ഉദാഹരണമായിട്ട്, നിനക്ക് നല്ല മന്ത്രിമാരില്ലേ? മന്ത്രിമാർ വിശ്വസ്തരല്ലേ? മന്ത്രിമാർ അഴിമതിക്കെല്ലാം വശംവദരാവുന്നവരാണോ? അത് കൂടാതെ കണ്ട് വേറെ ഒരു പ്രധാന ഗുണം കൂടി ചോദിച്ചു. നിൻ്റെ മന്ത്രിമാർ മനുഷ്യൻ്റെ ആംഗ്യങ്ങളിൽ നിന്നും ഭാവഹാവാദികളിൽ നിന്നും അയാളുടെ എന്താണ് ഉള്ളിൽ നടക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നവരല്ലേ? ഇതും ചോദിക്കുന്നുണ്ട്. പിന്നെ ശ്രീരാമൻ ചോദിക്കുന്നതാണ്, നീ ജനങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് നികുതി പിരിക്കുന്നത്? അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നികുതികൾ പിരിക്കാൻ പാടില്ല. ഒരു ജലാശയത്തിൽ നിന്ന് സൂര്യൻ്റെ ചൂടുകൊണ്ട് എങ്ങനെയാണോ ജലം നീരാവിയായി പോകുന്നത്, അത് ജലാശയത്തിൽ തന്നെ അറിയില്ല എന്താ നടക്കുന്നതെന്ന്. ആ രീതിയിലേ നികുതി പിരിക്കാനായിട്ട് പാടുള്ളൂ. നിൻ്റെ നാട്ടിലെ കൃഷിക്കാർ, നിൻ്റെ നാട്ടിലെ അതുപോലെ സാധാരണ ജനങ്ങൾ, ഇവർക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ? രാജ്യത്തെ സ്ത്രീകൾക്ക് സുരക്ഷയില്ലേ? അവർക്ക് ഭയമില്ലാതെ എവിടെയും ആവശ്യത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ലേ? കൂടാതെ കണ്ട് ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരെ ബഹുമാനിക്കുന്നില്ലേ നീ? മാത്രമല്ല, കള്ളന്മാരെയും വഞ്ചകരെയുമെല്ലാം നീ നിലയ്ക്ക് നിർത്തുന്നില്ലേ? ഇത്തരത്തിലുള്ള അനേകം ചോദ്യങ്ങൾ ശ്രീരാമൻ ഭരതനോട് ചോദിക്കും. അപ്പോൾ ഇതിൽ കൂടെയെല്ലാം രാജധർമ്മം എന്ത് എന്നാണ് ഭരതനെ ഉപദേശിക്കുന്നത്. ശ്രീരാമൻ ഭരതനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളവയാണ്. ഒരു ചോദ്യം ഇതാണ്: നിൻ്റെ ജോലിക്കാരുടെ കഴിവിനനുസരിച്ചിട്ടല്ലേ അവർക്കുള്ള ജോലികൾ കൊടുക്കുന്നത്? ഏറ്റവും കഴിവും യോഗ്യതയും ഉള്ളവന് പ്രധാനമായ ജോലികൾ, അതിലും കുറച്ച് കഴിവും ഉള്ളവന് കുറച്ചുകൂടി പ്രാധാന്യം കുറഞ്ഞ ജോലികൾ, ഇങ്ങനെയൊക്കെയല്ലേ നീ കൊടുക്കുന്നത്? ഇതൊരു ചോദ്യമാണ്. നമ്മളൊന്ന് നോക്കുക, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് എന്താണ്? പലപ്പോഴും ഒരു കഴിവുമില്ലാത്തവൻ തലപ്പത്തെത്തും, ശുപാർശയും ഇതെല്ലാം വെച്ചുകൊണ്ട്. കഴിവുള്ളവൻ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുകയും ചെയ്യും. ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് നമ്മുടെ രാജ്യത്തു നിന്ന്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്, നിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കും അതുപോലെ സൈന്യത്തിലെ ഭടന്മാർക്കുമെല്ലാം ആവശ്യാനുസരണമായിട്ട് ഉചിതമായ രീതിയിൽ കാലതാമസമില്ലാതെ ശമ്പളം കൊടുക്കുന്നില്ലേ? തീരുമാനങ്ങൾ നീ എടുക്കുന്നത് ഒറ്റയ്ക്കല്ലല്ലോ, അതേസമയം തന്നെ എല്ലാവരും കൂടി കൂടിയാലോചിച്ചിട്ടുമല്ലല്ലോ. വിവരവും പക്വതയും മനസ്സാന്നിധ്യവുമുള്ള കുറച്ച് ആളുകളോട് ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഒറ്റയ്ക്ക് മാത്രം തീരുമാനമെടുക്കുന്നവൻ ഒരേകാധിപതിയായിത്തീരും. അത് കാലാന്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. എല്ലാവരോടും കൂടി ആലോചിക്കാൻ തുടങ്ങിയാൽ അരമന രഹസ്യം അങ്ങാടി പാട്ടായി മാറും. വേറൊരു കാര്യം ചോദിക്കുന്ന ശ്രീരാമൻ, നീ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ അത് നടപ്പിലാക്കാൻ നിശ്ചയിച്ച് തുടങ്ങുമ്പോഴല്ലേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു മുമ്പ് നീ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ ചോർന്നു പോകാറില്ലല്ലോ. അതിൽ വളരെ ശ്രദ്ധിക്കണം. ഇതെല്ലാം ഭരണരംഗത്ത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇനി ശത്രുരാജ്യങ്ങളെക്കുറിച്ചിട്ട് 3 ചാരന്മാർ വേണം. ഈ 3 ചാരന്മാർ പരസ്പരം അറിയുന്നവരാകരുത്. അവരിൽ കൂടെ നിനക്ക് മറ്റു രാജ്യത്തിലെ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നില്ലേ? അതുപോലെ തന്നെ നിൻ്റെ രാജ്യത്തെയും കാര്യങ്ങളെല്ലാം അറിയുവാനായിട്ട് സാധിക്കുന്നില്ലേ? ഇതാണ് വേറൊരു ചോദ്യം. ഇതും വളരെ ആവശ്യമാണ് ഭരണരംഗത്ത്. ഇനി തികച്ചും ധീരരും വീരരുമായ ആളുകളെ നീ ആദരിക്കുന്നില്ലേ? അവരോട് വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്നില്ലേ? അങ്ങനെ ഇല്ലെങ്കിൽ എന്തു വരും? ഇവർ രാജാവിനെതിരായി തിരിഞ്ഞാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിത്തീരും. പാവപ്പെട്ടൊരു മനുഷ്യന് ഒരു ധനികനും തമ്മിൽ ഒരു തർക്കം വരുമ്പോൾ
നിൻ്റെ മന്ത്രിമാർ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? തികച്ചും നിഷ്പക്ഷമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷമല്ലേ അവർ നടപടിയെടുക്കുകയുള്ളൂ. അങ്ങനെ മന്ത്രിമാർ ചെയ്തില്ലെങ്കിൽ അന്യായമായി ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ കണ്ണുനീർ ആ പ്രദേശത്തിന് മുഴുവനും നാശമായി തീരും. ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ നമുക്കിന്ന് ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം സുന്ദരമായതിന് നമ്മുടെ ജീവിതം. ഇന്നിപ്പോൾ എന്താണ് പറ്റുന്നത്? നമുക്ക് നമ്മുടെ അവകാശങ്ങൾ കിട്ടണമെങ്കിൽ കോടതിയിൽ പോകണം. കോടതിയിൽ പോവുക എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെ ചിലപ്പോൾ പോകേണ്ടി വരും. എത്ര ആൾക്ക് പോകാനായിട്ട് സാധിക്കും? സാധാരണ ഒരു പാവപ്പെട്ടൊരു മനുഷ്യന് സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ ഇതാണ് ശ്രീരാമൻ്റെ ന്യായദൃഷ്ടി. പിന്നെ രാജ്യത്തിൽ അവകാശങ്ങൾ കിട്ടാനായിട്ട് അവർക്ക് സംഘർഷം ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഇതാണ് ശ്രീരാമൻ്റെ ചോദ്യം. കാരണം ശ്രീരാമൻ പറയുന്നത് ആർക്കും അവരുടെ ന്യായമായ അവകാശങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഒരു സമരം ചെയ്യാനോ ഒരു സംഘർഷം ചെയ്യാനോ പോകേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ആ രാജ്യത്തെ ഭരണവ്യവസ്ഥ അത്ര ഉത്തമമല്ല എന്നാണ്. ഇതും നമ്മുടെ ഭരണാധികാരികൾ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് എത്രമാത്രം പ്രയോജനമുണ്ടായേനെ. ഇതുകൊണ്ടൊക്കെയാണ് ഒരു ക്ഷേമരാജ്യത്തിനെ നമ്മൾ രാമരാജ്യം എന്ന് വിളിച്ചു വന്നിരുന്നത്. വേറൊരു കാര്യം ഭരതനോട് ശ്രീരാമൻ ചോദിക്കുന്നത് ഇതാണ്: നിൻ്റെ പെരുമാറ്റം കൊണ്ട് നിൻ്റെ ഭൃത്യർക്ക് നിന്നോട് ആദരവുണ്ടാകുന്നുണ്ടോ? ഇത് വളരെ പ്രധാനമായൊരു ചോദ്യമാണ്. പലപ്പോഴും എന്താണ് പറ്റുക എന്ന് വെച്ചാൽ തിരുമുൻപിൽ പറയാൻ സാധിച്ചില്ലെങ്കിലും ഉള്ളിൽ തൻ്റെ യജമാനനെ ഭൃത്യന്മാർ ശകാരിക്കുകയായിരിക്കും പലപ്പോഴും. ആ രീതിയിലാണ് അവരുടെ പെരുമാറ്റം വരിക. അങ്ങനെയല്ല ഒരു ഉത്തമ രാജാവ് പെരുമാറേണ്ടതെന്ന് ശ്രീരാമൻ ഭരതനോട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ശിക്ഷാവ്യവസ്ഥയെക്കുറിച്ച്, നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് ഒരു ഉപദേശം കൂടി കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മേൽ ഒരു ആരോപണം വന്നാൽ പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിൽ അയാളെ കൊല്ലരുത്. അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലിരുത്തണം. എന്നിട്ട് അയാൾക്ക് നന്നാവാനൊരു അവസരം കൊടുക്കണം. ഇതാണ് ശ്രീരാമൻ പറയുന്നത്. ഇന്നിപ്പോൾ കുറ്റവും ശിക്ഷയും എന്ന സംവിധാനത്തിൽ പലപ്പോഴും പറ്റുക എന്താണെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ കർക്കശത്തിന് മുന്നിൽ ആ മനുഷ്യൻ ഒരു കുറ്റം ചെയ്യാനുണ്ടായ സാഹചര്യമോ അതെല്ലാം വിസ്മരിക്കപ്പെടുകയാണ്. ആ സാഹചര്യം കൂടി കണക്കിലെടുക്കണം എന്നാണ് ശ്രീരാമൻ ഉപദേശിക്കുന്നത്. ഇതാണ് രാമരാജ്യത്തിൻ്റെ മാഹാത്മ്യം.